ഇതാരാ പഠിപ്പിച്ചെന്നെ ഈ പാട്ടൊക്കെ? എല്ലാ പാട്ടും എന്റെ പാപ്പായ പഠിക്കാൻ. ആ, പപ്പയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഓ, പപ്പ നേരത്തെ വന്നും പറയുന്ന കേട്ടു ഇങ്ങനെ പാടണം എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ചിരിക്കുവോ പാട്ട് പഠിക്കാൻ? ഒരുമിച്ചിരിക്കും, കുറച്ച് കഴിയുമ്പോ തല്ലു പിടിക്കണം. അപ്പൊ അടി കിട്ടും അച്ഛൻ്റെ ഇത്? അല്ല, തിരിച്ച് അടി കൊടുക്കും അച്ഛന്? അങ്ങനെയില്ല. നമ്മള് തല്ലു പിടിക്കാതെ അങ്ങനെ പാട്ട് പഠിച്ചിട്ടേ ഇല്ല. വഴക്കുണ്ടാക്കും രണ്ടുപേരും. എന്തിന്റെ പേരില വഴക്കുണ്ടാക്കുന്നേ? ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയല്ല സംഗതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സംഗതി. അങ്ങനെ പറഞ്ഞൊരു അടിയിലൂടെയാണ് നിങ്ങൾ നോളജ് അല്ലേ, നോളജ് സമ്പാദിച്ച് പാട്ട് പഠിക്കുന്നത്. അടിപൊളി. ഈ തുമ്പിയുടെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ അച്ഛനാണോ പറയുന്നത്? എനിക്ക് ഡൗട്ട് ഉണ്ട്. അച്ഛനുമായിട്ടല്ലോ ഡിസ്കഷൻ? അങ്ങനൊന്നുമില്ല. ബേബി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. മീക്കുട്ടി തന്നെ? പിന്നെ ആരായിരിക്കും? ഉമ്മച്ചിയാണ് തുമ്പിയുടെ ആള്. രണ്ടുപേരും അവർക്ക് ഇഷ്ടം തുമ്പിപ്പാട്ടുകളാ അല്ലേ? ആണല്ലേ? മോളൊരു തുമ്പിയെ പോലെ തോന്നുമായിരിക്കും. കിളിയും ഇത് രണ്ടുമാണ് മെയിൻ. എന്തായാലും കൊള്ളാം. അപ്പൊ കിളിപ്പാട്ടും പാടാലോ അല്ലേ? ഈ ഒരു കിളിപ്പാട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ പാട്ടിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഈ പാട്ട് ഞാൻ ഞാൻ നേരത്തെ പഠിച്ചു വെച്ച പാട്ട്. You mean 20 years back? 20 yearsോ? ഞാൻ ജനിച്ചിട്ട് പോലും അത്ര ആയിട്ടില്ല. ഇല്ല, എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഒരു 10-30 വർഷം കഴിഞ്ഞാണെന്ന്. ഓക്കെ. പണ്ട് പറഞ്ഞോ. ഞാൻ നേരത്തെ പഠിച്ച പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഓക്കെ. സ്കൂളിലൊക്കെ സമ്മാനമൊക്കെ കിട്ടാറുണ്ടോ? സ്കൂളില് കലോത്സവത്തിന് പോകുമ്പോഴത്തേക്കും സമ്മാനം കിട്ടും. ഏതൊക്കെ ഐറ്റത്തിനാ പങ്കെടുക്കുന്നേ? ഞാൻ ലൈറ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ? വേറെ ഒന്നുമില്ല? ഡാൻസ്, പാട്ട്, പാട്ട് വിട്ടേക്ക്, ബാക്കി അറിയാതെ വന്നതാ? എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന പരിപാടി പാട്ട് തന്നെയാണ്. ആരൊക്കെ എപ്പോഴും ഇതിന്റെ പുറകെ നിൽക്കുന്ന? അച്ഛൻ തന്നെയാണോ? രണ്ടുപേരും നിൽക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അമ്മയ്ക്കും അച്ഛനും കൂടെ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട് പാടിയാൽ? അച്ഛനോട് ചോദിക്കണോ? അത് മതിയോ? സമ്മതിച്ചല്ലേ പാപ്പ? സുഗന്ധം ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പൂയതു വസന്തം വസന്തത്തിൻ തളിർ തേരിലിരുന്നതാര് വാസര സ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പൂയതു വസന്തം വസന്തത്തിൻ തളിർ എന്ത് രസമായിട്ട് പാടി. രസമായിട്ട് പാടിയെന്ന് മാത്രമല്ല, ഫേസ് എക്സ്പ്രഷൻ ഞാൻ നോക്കുമായിരുന്നു. എന്തൊക്കെ എക്സ്പ്രഷൻ ആയിരുന്നേ. ഓരോ ചില ലൈനിൽ എന്താ ഇവിടെ തേടി നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈനൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട? കണ്ണിന്റെ എക്സ്പ്രഷൻ ഒന്നുകൂടെ കാണിച്ചു തരുമോ? ഒന്നുകൂടെ കാണിച്ചു താ. ആ വരി ഒന്ന് പാടിക്കേ നോക്കട്ടെ. ഇവിടെ തേരു നിർത്താതെ ഇതുവഴിയൊന്നിറങ്ങാതെ എനിക്കൊരു പൂതരതിന്റെ പോയി പോയി പൂക്കാലം. എക്സ്പ്രഷൻ നേരത്തെ കുറച്ചുകൂടെ വേറൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ഈ എക്സ്പ്രഷൻ കാര്യം പഠിപ്പിച്ചായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചു നോക്കി ഇടും അല്ലേ? എങ്ങനെയാ ഈ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചത്? എക്സ്പ്രഷൻ ഒന്നും പഠിക്കുന്നതല്ല, തനിയെ വന്നു, തന്നെ വരുന്നേ അല്ലേ? ഫീൽ ചെയ്ത് ശരിക്കും പാടുന്നോണ്ട് വരുന്നേ അല്ലേ? എനിക്ക് വയ്യ, 4ാം ക്ലാസ്സിലല്ലേ എനിക്ക്. ഈ പാട്ടിന്റെ കഥ എന്താ? അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തല്ലേ? ഈ പാട്ട് ഞാൻ പാപ്പാക്ക് വേണ്ടി പാടിയത്. പാപ്പയ്ക്ക് വേണ്ടി പാടിയതാണ്. എന്റെ റീസൺ? പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആണോ?
പാപ്പാനെ പണ്ട് സിനിമ കണ്ടിട്ടുന്നൊക്കെ പാപ്പ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ കാണാൻ. പക്ഷെ പാപ്പ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആ സിനിമ പാപ്പ നല്ലതെന്നൊക്കെ പറയും, പക്ഷെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്താണ് പാപ്പ ഇന്നെങ്കിലും പോയി കാണണം കേട്ടോ, ഇന്നല്ലേ നാളെ നമുക്ക് ഇത്തവണയെങ്കിലും കാണണം. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ശരിക്കേ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഞാൻ പാടില്ല ബേസിക്കലി, എങ്കിലും എനിക്ക് പാട്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പഠിക്കാൻ? മിയക്കുട്ടിയെ പോലെ പാടാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നെ പോലെ പാടണമെങ്കിൽ പാടായിരിക്കും, അതെനിക്ക് റിയലി അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എന്നാലും പറയും. ശരിക്കും റിയാസ് ചെയ്യണം എപ്പോഴും. റിയാസ് എന്നുവെച്ചാൽ സാധകം, മലയാളത്തിലെ സാധകം, ഹിന്ദിയിലെ റിയാസ്. ഓ മൈ ഗോഡ്, ഹിന്ദിയിൽ റിയാസ്. ഓക്കേ, അത് രണ്ട് സെയിം തന്നെയാ. ഓക്കേ. അപ്പൊ റിയാസ് ചെയ്യണം എപ്പോഴും. ഒരു ദിവസം ഒരു പാട്ടെങ്കിലും ഒന്ന് പഠിക്കണം. ഒരു ദിവസം ഒരു പാട്ടെങ്കിലും പഠിക്കണം. ഓക്കേ. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് വിട്ടുപോകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? ഞാൻ അങ്ങനെയാണ്. ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഡെയിലി ഒരു പാട്ട് വെച്ച്. ഓക്കേ.